ഉപജീവനമാർഗമായിരുന്നു. കട ഇതുപോലെ അടച്ചിട്ടിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. മോഷണം നടന്നതറിഞ്ഞ ദിവസം തന്നെ അടൂർ പോലീസിൽ പരാതി കൊടുത്തു. എന്നാൽ ദിവസം ഇത്ര കഴിഞ്ഞിട്ടും മോഷണം നടത്തിയവരെക്കുറിച്ച് പോലീസിന് ഒരു തുമ്പുമില്ല. കടയിലുണ്ടായിരുന്ന ഇൻവെർട്ടറും 50,000 രൂപയോളം വില വരുന്ന സാധനങ്ങളും മോഷണം പോയി. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നാണ് കടയുടമ സുജാതയുടെ പ്രതികരണം. ഞാൻ 2-3 വട്ടം പോയി സ്റ്റേഷനിൽ, ചേട്ടനും പോയതുപോലെ. അപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോലും അവർക്കൊന്ന് വരണമെന്നോ അല്ല തിരക്കണമെന്നോ ഒന്നും ഒരിതില്ല. റോഡ് സൈഡിലൊരു കട, അതിൽ കുറെ സാധനങ്ങൾ പോയി, അവരങ്ങനെ നിസ്സാരമായിട്ട് കാണുന്നത്. ഫ്ലവേഴ്സിലെ കോമഡി താരം രാജേഷ് കൊട്ടാരത്തിലും ഭാര്യ സുജാതയുമാണ് കട നടത്തുന്നത്. പൊടിയൻ കൊച്ചാട്ടന്റെ ചായക്കട ഇതിനോടകം സമൂഹമാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. വലിയ പ്രയാസത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നതെന്ന് സുജാത പറഞ്ഞു. ഈ കച്ചവടം കൊണ്ടാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അണ്ണൻ സുഖമില്ലാതെ കിടക്കുമായിരുന്നു. ഇത്രയും ദിവസം അണ്ണന് മഞ്ഞപ്പിത്തമായിട്ട് സുഖമില്ലായിരുന്നു. 2 ദിവസം കൊണ്ട് പ്രോഗ്രാമിന് പോയി. ഇനി ഇനി സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അതുകൊണ്ട് ഈ കട അടച്ചിട്ടേക്കുന്നത്. പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പിന്നീട് തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഈ കടയിൽ നിന്നുള്ള വരുമാനമായിരുന്നു സുജാതയുടെയും കുടുംബത്തിന്റെയും വീട്ടിലെ കാര്യങ്ങൾ ബഹുഭൂരിപക്ഷവും നിയന്ത്രിച്ചിരുന്നത്. അത് നിലച്ചിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ്. ഒരു ചെറിയ മോഷണമല്ലേ നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് തുടരാൻ പാടില്ല. മോഷ്ടാക്കളെ എത്രയും വേഗം പിടികൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കല്യാണ വീട്ടിൽ ദുഃഖ ബാൻഡ് അടിച്ച് എങ്ങനെ ഇരിക്കും? അതുപോലെ ആയിപ്പോയി നമ്മുടെ കോമഡിക്കാരന് പറ്റിയ ഒരു അബദ്ധം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വരെ നിങ്ങൾക്കറിയാം. ആ പരിപാടിയിലെ പൊടിയും കൊച്ചാട്ടനെ അവതരിപ്പിക്കുന്ന രാജേഷ് കൊട്ടാരത്തിനെ അറിയില്ലേ? ഇവരിതിൽ അങ്ങ് ഹിറ്റായി. ലോകം മുഴുവൻ ഈ പൊടിയും കൊച്ചാട്ടന്റെ കടയിലെ ആള് ഹിറ്റായി. അങ്ങനെ പൊടിയും കൊച്ചാട്ടൻ ഒരു കട തുടങ്ങി അടൂരിൽ. ഒരു മോഷ്ടാവ് മഹാമനസ്കനായി ആ കടയിൽ കയറി അവിടെ ഇരുന്ന് എല്ലാ സാധനവും മോഷ്ടിച്ചുകൊണ്ട് പോയി. കുറച്ചു കാലമായി ഈ മോഷണം നടന്നിട്ട്. അപ്പോൾ കട ഇതുവരെ തുടക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് രാജേഷ് പറയുന്നത്. കാര്യം കടയിൽ ഒരു സാധനവും ബാക്കിയില്ല. വെള്ളം കോരാനുള്ള ചെമ്പുകലം വരെ അടിച്ചുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നും നമ്മുടെ ഈ പൊടികൊച്ചാട്ടന കടയുടെ ഉടമസ്ഥനായ രാജേഷ് കൊട്ടാരം അടൂർ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങും ഇതൊന്ന് അന്വേഷിച്ച് പ്രതികളെ പിടിക്കാൻ. 2 ചേട്ടന്മാരുടെ സംശയവും രാജേഷിനുണ്ട്. അപ്പോൾ രാജേഷ് വളരെ വേദനയോടെ കഴിഞ്ഞ ദിവസം വിളിച്ചു. ഇത്ര ദിവസം നമ്മൾ പരാതി കൊടുത്തിട്ടും അടൂർ പോലീസ് സ്റ്റേഷൻ അനങ്ങിയില്ലല്ലോ. അപ്പോൾ പോലീസ് സ്റ്റേഷൻ അനക്കാൻ വേണ്ടി ഞാൻ പത്തനംതിട്ട SP യോടൊന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതിന്റെ കാലമാണ്, SITയുടെ കാലമാണ്, അത് രൂപീകരിച്ച് അന്വേഷണം നടത്താമെന്നൊക്കെ വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാജേഷ് വഴിയാധാരമായ അവസ്ഥയാണ്. ഡിസംബർ 19-നായിരുന്നു ഈ മോഷണം നടന്നത്. എത്ര ദിവസങ്ങൾ കടന്നുപോയി? ഏകദേശം 50,000 രൂപ അതിന്റെ വിലയുള്ള സാധനങ്ങളും ഒരുപാട് സംഭവങ്ങൾ അവരെടുത്തുകൊണ്ട് പോയി. മാത്രമല്ല ഇവന്റെ കട അടപ്പിക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും കടക്കാരൻ ചെയ്താണോ എന്ന് പോലും സംശയിക്കാം. ഒരു സാധനവും ബാക്കി വെച്ചില്ല. സമീപത്തെ CCTV ക്യാമറയിൽ പോലും പോലീസ് പരിശോധന നടത്തിയില്ല എന്ന് പരാതിയും പൊടിയും കൊച്ചാടിന്റെ കടയുടെ ഉടമസ്ഥനായ രാജേഷിനുണ്ട്. ഇപ്പോൾ അവിടെ ബോർഡ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മോഷ്ടാവിന്റെ കയ്യിലാണ്. അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ